റാം നാരായൺ റാം. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാഞ്ചായിച്ച എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. നന്ദിഗ്രാമിൽ ഒരു വീട് ഉണ്ടായിരുന്നു. അവിടെ ആരും താമസിക്കില്ല, ആരും ഉറങ്ങുകയുമില്ല. കെ നന്ദി ഡയറക്ടർ ആയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വീട് ആയിരുന്നു. ആ വീട്ടിൽ വേനൽക്കാലങ്ങളിൽ ഏറെയും മാമ്പഴങ്ങളും ചക്കകളും ഉണ്ടാകുമായിരുന്നു. ആ കുടുംബത്തിലെ ഒരാളെ ഞാൻ മാമ എന്ന് വിളിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അദ്ദേഹത്തിനൊപ്പം പോയി. രാത്രി ആ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞു. ആദ്യം ഒന്നും പറഞ്ഞു ഇല്ല. എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. അവൻ എന്നെ ഗോസായി എന്നു വിളിക്കുമായിരുന്നു. രാത്രിയിൽ ഏതാണ്ട് 2 മണിയാകുമ്പോൾ അവൻ പറഞ്ഞു, ഗോസായി, ഒരു കുഞ്ഞു പോകുന്നുണ്ട്. ഒരു വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. ആരോ കാറ്റ് ചുഴക്കി അതിന് തീ കെടുത്തി. പിന്നീട് പറഞ്ഞു, ഗോസായി, കുഞ്ഞ് കരയുന്നു, അതിനെ അതിൻ്റെ അമ്മയോടൊപ്പം എത്തിച്ചു തരേ. അവൻ പല മുറികളും പരിശോധിച്ച ശേഷം പറഞ്ഞു, ഗോസായി, ഇല്ല, ആരുമില്ല. വിളക്ക് വീണ്ടും കത്തിത്തുടങ്ങി. വീണ്ടും ആരോ കാറ്റ് ചുഴക്കി വിളക്ക് നശിപ്പിച്ചു. അവൻ ചോദിച്ചു, ഗോസായി, ഇത് കാറ്റിനാൽ ആയിരിക്കും എന്നാണോ? ഗോസായി, ഇലകളും കവിളുന്നില്ല, ഭയമാകുന്നു. ഗോസായി, അവൻ വീണ്ടും വരുന്നു. നീ എന്നെ പിടിച്ചുകൊണ്ട് ഇരിക്കൽ. ആരോ പുറത്തുനിന്ന് താക്കോൽ വച്ച് വീട്ടിൽ നിന്ന് പോയിരുന്നു.